അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ക എന്ന അക്ഷരം. ഏതാണ്? ക. ക എന്ന അക്ഷരവും വാക്കുകളും പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതെല്ലാം അക്ഷരങ്ങളാണ് പഠിച്ചത് എന്ന് നോക്കിയാലോ? റ, രാ, നാ, താ, പാ, വാ, ലാ, ഡ. ഡ എന്ന അക്ഷരമാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ട്ടോ. ഇത് ഏതെല്ലാം അക്ഷരമാണ്? റ, രാ, നാ, താ, ഡ, പ, വ, ല, മ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണെന്നാ പറഞ്ഞത്? ക എന്ന അക്ഷരം. ഇത് ഏതക്ഷരമാണെന്നാ പറഞ്ഞത്? ഡ എന്ന അക്ഷരം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരമാണ്. അപ്പൊ ഡ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഡ കുട, ഡ വട, ഡ കണ്ണാടി, ഡ കടൽ, ഡ കടല, ഡ വടി, ഡ ആട്. ഇത്രയും വാക്കുകളാണ് ഡ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ പഠിച്ചത്. ഇതേതാണ് അക്ഷരം? ഇത് ക എന്ന അക്ഷരം. ഇത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ട്ടോ. അപ്പോൾ ക എന്ന അക്ഷരം കൊണ്ടുള്ള വാക്കുകളും ചിത്രങ്ങളും നോക്കിയാലോ? ഡ എന്ന അക്ഷരം കൊണ്ട് കരടിയും കൂടി പഠിച്ചു അല്ലേ നമ്മള്? അത് ചിത്രത്തിൽ വെച്ചിട്ടില്ല അല്ലേ? ഞാൻ ഡ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കരടി പഠിച്ചു. എന്നാൽ ക എന്ന അക്ഷരം കൊണ്ട് ഇന്ന് പഠിക്കുന്ന ക എന്ന അക്ഷരം കൊണ്ടും നമുക്ക് കരടി പഠിക്കാനുണ്ട്. കരടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ക എന്ന അക്ഷരം. ഏതാണ്? ക എന്ന അക്ഷരം. കരടി എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരമാണ് ഡ എന്ന അക്ഷരം അല്ലേ? എന്നാൽ കരടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ക എന്ന അക്ഷരം. അപ്പൊ നമുക്ക് കരടി എഴുതി നോക്കാം. ക, രാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡ എന്ന അക്ഷരം. ഈ ഡ എന്ന അക്ഷരത്തിന് നമ്മൾ ഒരു വള്ളി ഇട്ട് കൊടുത്താൽ ഡി എന്ന് വായിക്കും. ഇതാണ് ഈ ചിഹ്നം ട്ടോ. ഇപ്പൊ എന്താണിത് വായിക്കുക? കരടി. എന്താ വായിക്കുക? കരടി. കരടി എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ക എന്ന അക്ഷരം. അവസാനത്തെ അക്ഷരം ഏതാണ്? ഡ എന്ന അക്ഷരം അല്ലേ? കരടി. പിന്നെ ഈ നടുവിലെ അക്ഷരവും നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? രാ എന്ന അക്ഷരം. ക, രാ, ഡി. കരടി. ഇനിയിപ്പോ ഈ ചിത്രം ഇല്ലെങ്കിലും നിങ്ങൾ ഇത് വായിക്കില്ലേ? കരടി. എന്താ വായിക്കുക? കരടി. അപ്പോ ക കൊണ്ട് നമ്മൾ ആദ്യത്തെ വാക്ക് ഏതാണ് പഠിച്ചത്? കരടി എന്നാണ് അല്ലേ? എന്താണ്? കരടി. ഇങ്ങോട്ട് നോക്കിക്കേ. ഇതെന്താ വായിക്കുക? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. ഇത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ക എന്ന അക്ഷരം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡ എന്ന അക്ഷരം. ഇത് വ എന്ന അക്ഷരം. ഈ ഒരു ചിഹ്നം മാത്രമാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത്. ഇതാണ് ഊ ചിഹ്നം. ഡ എന്ന അക്ഷരത്തിന് ഊ ചിഹ്നം വരുമ്പോൾ ഡു എന്ന് വായിക്കും. എന്താണ്? ക, ഡു, വ. കടുവ. ഇങ്ങോട്ട് നോക്കിക്കേ. കടുവയുടെ ചിത്രം കണ്ടോ? കടുവ. കാട്ടിലാണ് കടുവ ജീവിക്കുന്നത് അല്ലേ? കടുവ. അപ്പോൾ കടുവ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ക,
ക കടുവ, ക കടുവ, കടുവ, കടുവ. ഈ ക എന്ന അക്ഷരം ഞാൻ എടുത്തു. അപ്പൊ എന്താ വായിക്കുക? ഡുവ എന്ന് വായിക്കും. എന്താണ്? ഡുവ. കടുവ എന്നാകണമെങ്കിൽ ഈ ക എന്ന അക്ഷരം ഇവിടെ വെച്ച് കൊടുക്കണം, അല്ലേ? കടുവ. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, കടുവയുടെ ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തു പറയണം? ക ആണെന്ന് പറയണം കേട്ടോ. ഏതാണ്? ക. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് ക എന്ന അക്ഷരം, ഇത് ല എന്ന അക്ഷരം. ഏതാണ്? ല. ല എന്ന അക്ഷരത്തിന് ഒരു എന്ന ചിഹ്നം ഇട്ടപ്പോൾ കലം എന്ന് വായിക്കും. എന്താണ്? കലം. ശബ്ദമാണ് ഇതിന് വരുന്നത്. അപ്പോൾ കലത്തിന്റെ ചിത്രം നമ്മൾ ഇവിടെ വെക്കണ്ടേ? കണ്ടോ? ഇതെന്താണ്? കലം. കലം. കലം എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ക, ല, കലം. എന്താണ്? കലം. ക കൊണ്ട് നമ്മളെ കരടി പഠിച്ചു, കടുവ പഠിച്ചു, ഇപ്പോൾ കലം പഠിക്കുന്നു, അല്ലേ? കലം. ഇതേതക്ഷരമാണ്? ക എന്ന അക്ഷരം. കലം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണിത്? കന്നഡ. ഡ എന്ന് പഠിക്കാനാണ് നമ്മൾ അന്ന് കന്നഡ എടുത്തത്. ഇന്ന് നമ്മൾ കന്നഡ എടുക്കുന്നത് ക എന്ന അക്ഷരം പഠിക്കാനാണ്. ക ന ഡ. എന്താ വായിക്ക? കന്നഡ. എന്താ വായിക്ക? കന്നഡ. ക ന ഡ. കന്നഡ. ക കന്നഡ. എന്താണ്? കന്നഡ. ക ന ഡ. കന്നഡ. ഇനി ഇതെന്താണ്? ഇതാണ് കണ്ണാടി. എന്താണ്? കണ്ണാടി. അപ്പോൾ കന്നഡയിലും കണ്ണാടിയിലും എന്തുണ്ട്? ക എന്ന അക്ഷരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കന്നഡ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ നമുക്ക് കണ്ണാടി വെക്കാം. അപ്പൊ ഇത് വായിക്കാം കന്നഡ എന്നാണ്. കണ്ണാടി എന്നാക്കണമെങ്കിൽ ഈ ഡ ഇത്തിരി നീക്കിയിട്ട് അവിടെ ആ ചിഹ്നവും ഡ എന്ന അക്ഷരത്തിന് ഈ ചിഹ്നവും വെക്കണം. അപ്പോഴാണ് കണ്ണാടി എന്ന് വായിക്കുക. എന്താ വായിക്കുക? കണ്ണാടി. 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 ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഈ കണ്ണാടി ഞാൻ എടുത്തിട്ട് അവിടെ ഞാൻ കണ്ണ് വെച്ചു. എന്താണ്? കണ്ണ്. എന്താണ് വെച്ചത്? കണ്ണ്. അപ്പൊ ഈ കണ്ണാടി എന്ന് വായിക്കുന്നതിൽ നിന്ന് ഈ ആ ചിഹ്നവും ഡായും ഈയും എടുത്തു മാറ്റിയിട്ട് അവിടെ ഒരു ചിഹ്നം വെച്ചാൽ എന്താ വായിക്കുക? കണ്ണ്. എന്താ വായിക്കുക? കണ്ണ്. കണ്ണ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ക. കണ്ണ്. 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 ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് എത്ര കണ്ണുകളുണ്ട്? 2. അപ്പൊ കണ്ണ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ക. എന്റെ കൂടെ വായിച്ചേ, കണ്ണ്. കണ്ണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതാണ് കട. എന്താണ്? കട. ഇത് ഏതക്ഷരമാണ്? ക എന്ന അക്ഷരം. അപ്പോൾ കട എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ക, രണ്ടാമത്തെ അക്ഷരം ഡ. എന്താ വായിക്ക? കട. എന്താ വായിക്ക? കട. കട. ഇവിടെ ഒരു മിഠായി കടയാണ് അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? മിഠായി കടയുണ്ടാവും, ഫ്രൂട്ട്സ് കടയുണ്ടാവും, ഡ്രസ്സിന്റെ കടയുണ്ടാകും അല്ലേ? ഇവിടെ എന്തിന്റെ കടയാണ്? മിഠായി കടയാണ് കേട്ടോ. കട. കട. ഇനി ഈ കടയുടെ ചിത്രം ഞാൻ എടുത്തിട്ട് അവിടെ ഞാൻ ഒരു കടലിന്റെ ചിത്രം വെക്കുകയാണ്. എന്തിന്റെ ചിത്രമാണിത്? കടൽ. അപ്പൊ ഇത് കട എന്നാണ് വായിക്കുക. കടൽ എന്നാവണമെങ്കിൽ എന്നൊരു അക്ഷരം വെച്ച് കൊടുക്കണം, ഒരു ചില്ലക്ഷരം. കടൽ. ഇതെന്താ വായിക്ക? കടൽ. കടൽ. കടൽ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ക,
ഈ കാ എടുത്താൽ ഇതെന്താ വായിക്കുക? ഡൽ എന്നാണ്. അപ്പൊ കടൽ എന്നാവണമെങ്കിൽ ഇവിടെ കാ എന്ന അക്ഷരം കൊടുക്കണം. അപ്പോഴാണ് കടൽ എന്ന് വായിക്കുന്നത്, അല്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് കടല. എന്താണ്? കടല. അപ്പൊ ഈ കടലിന്റെ ചിത്രം എടുത്തിട്ട് അവിടെ ഞാൻ കടല വെച്ചു. എന്താണ്? കടല. അപ്പൊ ഇത് കടൽ എന്നാണ് വായിക്കുന്നത്. ൽ എന്ന അക്ഷരം എടുത്തിട്ട് അവിടെ ഞാൻ ല എന്ന അക്ഷരം വെച്ചു. ഇപ്പൊ ഇതെന്താ വായിക്കുക? കടല. എന്താണ്? കടല. 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 ഇനി ഇത് എടുത്താലും നിങ്ങൾ ഇത് വായിക്കില്ലേ? കാരണം നമ്മൾ പഠിച്ചു, നമ്മൾ പഠിച്ചു, ഇത് ല എന്ന അക്ഷരം അതും നമ്മൾ പഠിച്ചതാണ്. കടല. എന്താണ്? കടല. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണ്ടല്ലോ. ഇതും നമ്മൾ പഠിച്ചതാണ്. ഇതാണ് കുട. അപ്പൊ കുടയിലും ക എന്ന അക്ഷരമുണ്ട്. ഊ ചിഹ്നമിട്ടാൽ കൂ എന്ന് വായിക്കും. ഡ. എന്താണ്? കുട. എന്താ വായിക്ക? കുട. ഇത് ഊ ചിഹ്നമിട്ടാൽ കൂ എന്ന് വായിക്കും. ഡ. കുട. എന്താ വായിക്ക? കുട. കുടയിലും ക എന്ന അക്ഷരമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ പഠിക്കാനാണ് കുട പഠിച്ചത്, അല്ലേ? ഇന്ന് നമ്മൾ ക എന്ന അക്ഷരം പഠിക്കാനാണ് കുട പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ ക എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കരടി, കടുവ, കുടം, കണ്ണ്, കടൽ, കട, കണ്ണാടി, കണ്ണട, കുട. ഇത്രയും വാക്കുകളാണ് നമ്മൾ ക എന്ന അക്ഷരം കൊണ്ട് പഠിച്ചത്. ഏതൊക്കെയാണ്? കരടി, കടുവ, കുടം, കണ്ണ്, കടൽ, കട, കണ്ണാടി, കണ്ണട, കുട. അപ്പൊ ഇനി ഇത്രയും വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ഇത്രയും ചിത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ക. ഏതാണ്? ക. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ അക്ഷരങ്ങളിൽ നിന്ന് നമുക്ക് ക ഏതാണെന്ന് കണ്ടെത്തിയാലോ? ഓക്കെ, ഇത് ക എന്ന അക്ഷരമാണോ? അല്ല, ഇത് മ്പ എന്ന അക്ഷരമാണ് കേട്ടോ. ഇത് നമ്മൾ പഠിക്കും. ഇത് ക എന്ന അക്ഷരമാണോ? അതെ, ഇത് ക എന്ന അക്ഷരമാണ്. ഇത് ക എന്ന അക്ഷരമാണോ? അല്ല, ഇത് ഷ എന്ന അക്ഷരമാണ് കേട്ടോ. ഇത് നമ്മൾ പഠിക്കും. ഇത് ക എന്ന അക്ഷരമാണോ? അതെ, ഇത് ക എന്ന അക്ഷരമാണ്. ഇത് ക എന്ന അക്ഷരമാണോ? അല്ല, ഇത് റ എന്ന അക്ഷരമാണ്. ഇത് ക എന്ന അക്ഷരമാണോ? അല്ല, ഇത് ള എന്ന അക്ഷരമാണ്. ഇത് ക എന്ന അക്ഷരമാണോ? അല്ല, ഇത് വ എന്ന അക്ഷരമാണ് കേട്ടോ. ഇത് ക എന്ന അക്ഷരമാണോ? അതെ, ഇത് ക എന്ന അക്ഷരമാണ്. കണ്ടോ, എത്ര ക എന്ന അക്ഷരമുണ്ട് ഇവിടെ? 1, 2, 3. 2 മഞ്ഞയും 1 കറുപ്പും, അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി പഠിച്ചതാണ്, അല്ലേ? ഇത് മാ എന്ന അക്ഷരം, ഇത് ഡ എന്ന അക്ഷരം. ഇനി ക എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ഒരു കുഞ്ഞി റ എന്ന അക്ഷരം എഴുതുക. ആ റ എന്ന അക്ഷരം താഴോട്ട് കൊണ്ടുവന്ന് മുകളിലോട്ട് പോവുക. എന്നിട്ട് വീണ്ടും ഒരിത്തിരി താഴോട്ട്, എന്നിട്ട് ഇത് ഉള്ളിലോട്ട് പോയി പുറത്തേക്ക് വരിക. എന്താണ്? ക എന്ന അക്ഷരം. എങ്ങനെയാണ്? ഒരു
കുഞ്ഞ് റാ വരക്കുക. ആ റായുടെ കാല് താഴോട്ട് നീട്ടി മുകളിലോട്ട് കൊണ്ടുവരിക, നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ. എന്നിട്ട് കുറച്ച് താഴോട്ട് വന്ന് ഇങ്ങനെ വളച്ച് ഉള്ളിലോട്ട് പോയി പുറത്തേക്ക് വന്നാൽ കാ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? ആദ്യം ഒരു കുഞ്ഞ് റാ വരക്കുക. ആ റായുടെ കാല് താഴോട്ട് വന്ന് മുകളിലോട്ട് പോയി കൂട്ടിമുട്ടിക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് താഴോട്ട് വന്ന് ഇങ്ങനെ വളച്ച് ഉള്ളിലോട്ട് പോയി പുറത്തോട്ട് വന്നാൽ കാ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? ഒരു കുഞ്ഞി റാ വരക്കുക. ആ റായുടെ കാല് താഴോട്ട് വന്ന് മുകളിലോട്ട് പോയി ഇവിടെ കൂട്ടിമുട്ടിക്കുക. എന്നിട്ട് വീണ്ടും താഴോട്ട് വന്ന് ഇങ്ങനെ ചരിച്ച് ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക. അപ്പോൾ കാ എന്ന അക്ഷരമായി. അപ്പോൾ കാ എഴുതാൻ എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ പഠിക്കാത്തവർ വീണ്ടും വീണ്ടും എഴുതി നോക്കാം, അപ്പോൾ പഠിയൂട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു ലെറ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റാ.